എല്ലാവർക്കും നമസ്കാരം. ഓൾ ഇന്ത്യ ടൂർ പോകുന്ന ട്രാവൽ ബ്രോ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങൾ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ഗൈസ്. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. ഹായ്, നാടിനെ അറിയാം ട്രാവൽ പ്രോസ് ചാനലിനെ എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. യാത്രയിലൂടെ നേടാം നിങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥനയും നേർന്നുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ ജോജു. ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന സിനിമയുടെ സംവിധായകരിൽ ഒരാളാണ്. ഓൾ ഇന്ത്യ ടൂർ പോകുന്ന ട്രാവൽ ബ്രോ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. ഐ ആം അനിൽ ആൻഡോ, ആർക്കിടെക്ചറൽ കൺസൾട്ടൻ്റ് ആണ്. ട്രാവൽ ബ്രോസ് എന്ന യൂട്യൂബർ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളുടെയും വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് തുടങ്ങുകയാണ്. പ്രതീക്ഷനും ട്രാവൽ ബ്രോസിനും എൻ്റെ യാത്രാശംസകൾ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. നമ്മൾ പുത്തമ്പള്ളിയുടെ മുന്നിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് കോവിഡ് ആയ കാരണം അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരക്കും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വെച്ചാൽ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഫ്ലാഗ് ഓഫ് മാത്രം നമ്മളിവിടെ നടത്തിയിട്ട് വടക്കുനാഥിൻ്റെ കിഴക്കേ നടയിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യാണ്. നമ്മുടെ മുത്താണ് കേട്ടോ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, All the best. Thank you. ഹലോ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ അമ്പലത്തിന്റെ മുന്നിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് റൈഡേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് വീണ്ടും ഒരു ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതെ, കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ ക്ലബ്ബും കാര്യങ്ങളും ഇവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ചേട്ടാ ഒന്ന് പറഞ്ഞേ, എവിടുന്ന് ആരാ സംസാരിക്കുന്നത്? എൻ്റെ മെയിൻ ആളാരാ? ഓക്കെ, ചേട്ടൻ്റെ പേര് പറ. എവിടെയാ സ്ഥലം? മലപ്പുറം. ഓക്കെ, നിങ്ങളുടെ ടീമിന്റെ പേര് എങ്ങനെയാ? കേരള ടോപ്പ് റൈഡേഴ്സ്. അപ്പൊ നിങ്ങൾ എവിടേക്കാണ് ഇറങ്ങിയിട്ടുള്ള ഇത്രയധികം ആൾക്കാർ ഒരുമിച്ചൊക്കെ? ഞങ്ങളുടെ മീറ്റപ്പ് ആണ് ഇത്. കുറച്ച് പറഞ്ഞോളൂ കേട്ടോ. അഡ്മിൻസ് ഓൺലി മീറ്റപ്പ് ആണ്. അപ്പോ ഞങ്ങള് അഡ്മിൻ മാത്രമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോ ഇതിൽ തന്നെ ഞങ്ങളുടെ ഒരു ലോഗോ ലോഞ്ച്, അതേമാതിരി സ്റ്റിക്കർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞു. ഞങ്ങൾ നേരിട്ട് ഇവിടുന്ന് ആതിരപ്പള്ളിക്ക് ഒരു റൈഡും കൂടെ പ്ലാൻ ചെയ്യും. ഓക്കെ. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് ഞാൻ റീറ്റെയിൽ ഷോപ്പിലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പറയട്ടോ, പേര് പറ. അക്ഷയ്. എവിടെ സ്ഥലം? വയനാടാണ്. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുകളാണ് കേട്ടോ ഗൈസ്. എല്ലാവരും കൂടി ഒരു പുതിയ ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ള തൃശ്ശൂര്. ഓക്കെ, പറയൂ ചേട്ടാ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ വർക്ക് ചെയ്യാം, സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ഓക്കെ. അടുത്ത ആളെ പരിചയപ്പെടാം. ചേട്ടാ പേര് പറ. എൻ്റെ പേര് സെയ്ഫ് എന്നാണ്. ഞാൻ KTRL ആലപ്പുഴ ഡിസ്ട്രിക്ട് റെപ്രസെന്റ് ചെയ്ത് വന്നേക്കുന്നത്. ഓക്കെ, ആലപ്പുഴ. ഓക്കെ, ഞാൻ ഡ്രൈവറാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അവരുടെ ലോഗോയാണ് കേട്ടോ. അവരെല്ലാവരും ഡ്രസ്സിലുണ്ട്. അവരുടെ ഡ്രസ് കോഡിൽ എല്ലാവരും ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അത് ചേട്ടാ പറയൂ. എൻ്റെ പേര് സാഗരനാണ്. ഞാൻ എറണാകുളത്താണ് വരുന്നത്. KTRന്റെ മെമ്പറാണ്. ഓക്കെ. ഞങ്ങളിന്നൊരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിരപ്പള്ളിയിലേക്ക് ഒരു റൈഡും കൂടി ഉണ്ട്. അതിരപ്പള്ളിക്കാണ് പോകുന്നത് എല്ലാവരും കൂടിയിട്ട്. അടിപൊളി ഷോ ആയിരിക്കും. അപ്പോൾ പിന്നെ അതുവഴി നിങ്ങളെ കണ്ടതിന് വളരെ സന്തോഷമുണ്ട്. ഓക്കെ. നിങ്ങളെ ട്രിപ്പൊക്കെ പൊളിക്കുക. ഓക്കെ. ഇതേ നമ്മുടെ മുത്ത് ഏതാ ഡിസ്കാട്ടിയിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ അപ്പൊ അതിൽ കയറി അവന്റെ ആഗ്രഹം തീർത്തേക്കാണ്. ഇപ്പൊ അടുത്ത ചേട്ടന്മാർ കൂടി ഉണ്ട്. നമുക്ക് ഇവിടെ പരിചയപ്പെടാമോ? ചേട്ടാ പറ. പേര് ശ്രീ. മലപ്പുറത്ത് വരുന്നത്. മലപ്പുറം. ഓക്കെ. എന്താ ചെയ്യുന്നത് ചേട്ടൻ? ടൈൽസിന്റെ വർക്കും കാര്യങ്ങളും. വണ്ടിയൊക്കെ പൊളിയാണ് കേട്ടോ. എല്ലാവരും വണ്ടിയൊക്കെ നമുക്ക് കാണാം. അവരുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാഴ്ചവെക്കും. പറയും അടുത്ത ആളുടെ പറയൂ. എന്താ പേര്? സരൂർ. ഞാൻ കോട്ടയത്തുനിന്ന്. നിങ്ങൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്തു ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച്? ഗ്രൂപ്പ് ഉണ്ടോ? എപ്പിസോഡ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു ഇതില്. അതിലുള്ള കുറച്ച് റൈഡേഴ്സ് ആണ്. പിന്നെ അവരുടെ കേരളത്തിലുള്ള ഓൾ കേരള റൈഡേഴ്സ്. എല്ലാ ബൈക്കും റൈഡേഴ്സുമായിട്ടുള്ള ക്ലബ് ഞങ്ങളിപ്പോ തുടങ്ങിയേക്കാണ്. ഓക്കെ.
അപ്പോൾ അതിൽ സ്കൂട്ടി മുതൽ എല്ലാ വണ്ടികൾക്കും ഉണ്ട്. ഓ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കൊരു തുടക്കം നിങ്ങളിൽ നിന്ന് ആവാൻ കഴിഞ്ഞത് ഭാഗ്യം എൻ്റെ. അപ്പോൾ അടുത്ത ഓക്കെ. അപ്പോൾ അടുത്ത ആൾക്കാർ ഞാൻ കണ്ണൂരാണ്. കണ്ണൂര്. ഓക്കെ ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ടാണോ മീറ്റ് ചെയ്യുന്നത് എല്ലാവരും? ഇതിനു മുന്നേ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. കണ്ണൂര് ചേട്ടൻ്റെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ആ ഓക്കെ. ഇതാരും പറഞ്ഞില്ല കേട്ടോ, എന്റെ വീഡിയോ കാണും സപ്പോർട്ട് ചെയ്യുന്ന ആരും പറഞ്ഞില്ല. കൊണ്ട് കൈ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ആ ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കുകയാണ്, ഞാൻ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോഴേ തുടങ്ങി പരിപാടി. റൈറ്റ് തന്നെ പഠിക്കുന്നത്. ഓക്കെ. അവിടെ കണ്ണൂർ തന്നെ, നമ്മുടെ നാട്ടിൽ ഒരുമിച്ചാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ നമ്മുടെ മല്ലു ട്രാവലർ ഉള്ളത് അവര്. ഓക്കെ. അപ്പോൾ അവര് സബ്സ്ക്രൈബേഴ്സിനൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഒന്ന് പൊരിയാക്കി എടുക്കാൻ പറയണം കേട്ടോ. കണ്ണൂർ എല്ലായിടത്തും കട്ട സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അടുത്ത ചേട്ടൻ ഈ സൈഡിലേക്ക്, ആ സൈഡിലായിരുന്നു ചേട്ടൻ 4 ആക്കാനായിട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നതാണ്. പറയട്ടാ. വിഷ്ണു മലപ്പുറത്തുനിന്ന്. മലപ്പുറം. മലപ്പുറം കണ്ണൂർ. ഓക്കെ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പാസ്സാക്കായി കഴിഞ്ഞു. അപ്പോൾ ജോലിക്കുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. നമ്മൾ ഇവിടെ എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞ് ഇനി ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കൊരു ഫ്ലാഗ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കേക്ക് ഉണ്ട്, കേക്ക് കട്ടിങ്ങാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പരിപാടി കഴിഞ്ഞിട്ട് ഇവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അല്ല, വിറ്റ് വിറ്റ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ട്രാവലിംഗ്. അങ്ങനെയും പറഞ്ഞോളൂ. കേക്ക് പൊട്ടിച്ചിട്ട് ആദ്യമായിട്ട് നമ്മള് പൊട്ടിയാണ് പൊട്ടിയായിട്ട് കഴിഞ്ഞ് വെച്ച് കൊടുക്കാണ്. കുഞ്ഞ പീസ്. ബാക്കി ഒരു ലേച്ച് ഞാൻ കഴിച്ചതിന് ശേഷം എല്ലാവർക്കും കേക്ക് കൊടുക്കും. അങ്ങനെ നമ്മുടെ പ്രതീക്ഷ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്മസിന് ആളുകൂടി ഉണ്ടാവില്ല. അപ്പോൾ അതിന് അനുബന്ധമായിട്ട് ആൾ ക്രിസ്മസ് കേക്ക് ഇത്തിരി നേരത്തെ തന്നെ കട്ട് ചെയ്തു. പിന്നെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷമായിട്ട് ഒരു മധുരം കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആൾ അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. വലിയ കഷ്ടം. വാ, ഇതെന്തിട്ട് മാറി നിൽക്കണ കേക്ക് കഴിക്കാത്തോണ്ടാ? അത് കളിക്കുന്നത് പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് ആണ് ഇനി നമ്മൾ കാണുന്നത്. ഇവിടെ ചെറിയ സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആരാണ് സ്റ്റണ്ടർ മാസ്റ്റർ? അത് എനിക്ക് വേണ്ടി നീ ഇവിടെ കാഴ്ച വെച്ചേ പറ്റൂ. തുടങ്ങിയിട്ടാ പിള്ളേർ പൊടി പറപ്പിച്ച് തുടങ്ങി നമുക്ക് വേണ്ടിയിട്ട്. Okay, guys.
പ്രതീക്ഷ പല റൈഡുകളും മഡ് റേസുകളും നടത്തിയിട്ടുള്ള ആളാണ് പ്രതീക്ഷ. പക്ഷേ ആ ഒരു സന്തോഷത്തിൻ്റെ മുകളിൽ ഈ ബൈക്കിൽ ഒരു റൈഡ് നടത്താൻ നോക്കിയതാണ്. പക്ഷേ കാലങ്ങൾ മാറിപ്പോയി. ചേട്ടൻ നമ്മളോട് വീണ്ടും ചില കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ മോൻ പറഞ്ഞു ഇത് രണ്ടാമത്തെ തവണയാണ് ഓൾ ഇന്ത്യ അടിക്കാൻ പോകുന്നത്. ആദ്യം ഫാമിലി ആയിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് നമുക്ക് ഓൾ ഇന്ത്യ, അതുപോലെ തന്നെ ഞങ്ങൾ നേപ്പാൾ ഭൂട്ടാനും ഒക്കെ പോയി. അതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ബെസ്റ്റാണ്. അത് എൻ്റെ വൈഫാണ്. വാ നീത വാ അപ്പുറത്ത്. അപ്പോൾ ഞാനും ആളും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. 22 സംസ്ഥാനങ്ങളും 2 രാജ്യങ്ങളും കവർ ചെയ്തിരുന്നു. ഞങ്ങൾ പോയി. അന്ന് പോയപ്പോൾ ഞങ്ങളൊരു 12 റൂമാണ് ആകെ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വണ്ടിയിൽ തന്നെയാണ് കിടപ്പും കാര്യങ്ങളും സംഭവമൊക്കെ ചെയ്തത്. ഫാമിലിയായിട്ട് പോലെ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക്. കേരളത്തിലാണ് കൂടുതൽ പ്രശ്നമുള്ളത്. അത് തന്നെ, പുറത്തേക്ക് ചെന്നാൽ ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളൊരു കാര്യം. ഏതെങ്കിലും ഫാമിലി ആയിട്ട് വണ്ടി എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ ധൈര്യമായിട്ട് പൊക്കോളാം. ഞാൻ അവർക്ക് ഒരു ഇത് ആദ്യത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാവരും കുറെ പേര് ഞങ്ങളെ പേടിപ്പിച്ചു. കാരണം പെണ്ണായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പേടിയാവില്ല, അല്ലെങ്കിൽ ബാത്റൂമിൽ ഏറ്റവും പ്രശ്നം അതാണല്ലോ. അപ്പോൾ ഹൈവേയിൽ തന്നെ ബാത്റൂം ഉണ്ടാവും. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കുഴപ്പമില്ല, ധൈര്യം പോവാം. പിന്നെ അതുപോലെ രാത്രി കാറിൽ എടുക്കുവാണെങ്കിൽ പെട്രോൾ പമ്പ് നമ്മളവിടെ ചോദിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ അവരുടെ സെക്കൻഡ് എടുത്ത് ചോദിക്കും. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തോട്ടെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറയും. അപ്പോൾ അവിടെ കിടന്നുറങ്ങും. രാവിലെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ലേഡീസിന് യാത്ര ചെയ്യാൻ പ്രചോദനം തരുന്ന ചേച്ചി നിത അല്ലേ? നിത. അപ്പം ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. ഓൾ ഇന്ത്യ അടിച്ചൊരു വ്യക്തിയാണ്. അപ്പം അവരുടെ ഹസ്ബൻഡിന്റെ രണ്ടാമത്തെ ഈ യാത്ര വളരെ നല്ല രീതിക്ക് അവസാനിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതേപോലെ ട്രാവൽ ബ്രോസ് എന്നാണ് പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനൽ. എന്തായാലും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവിധ ആശംസകളും അറിയിക്കുക. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു. നമുക്ക് വേണ്ടി എല്ലാം സഹായിച്ച എല്ലാവർക്കും നന്ദി കേട്ടോ. നമ്മുടെ ക്ലബിന്റെ പേര് KTR എന്നാണ്. KTR ക്ലബ്ബ്, കേരള ടൂർ പ്ലേസ് എന്നാണ്. ഇപ്പൊ അതിന്റെ ഓൾ കേരള അഡ്മിൻസ് ഓൺലി മീറ്റപ്പ് ആണ് ഇപ്പൊ നടന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് ആണ്. അപ്പം അതേപോലെ ഞങ്ങളുടെ ഇൻസ്റ്റ ഐഡിയും കയറുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഞങ്ങളുടെ ക്ലബ്ബിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റ ഐഡി വന്ന് ഫോളോ ചെയ്തതിന് ശേഷം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. 14 ഡിസ്ട്രിക്റ്റിലായിട്ട് 14 ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. മെയിൻ ഗ്രൂപ്പ് 3 ഉണ്ട്. എല്ലാം യാത്രയെ സംബന്ധിച്ച് വണ്ടിപരമുള്ള എല്ലാ വണ്ടി പ്രാന്തന്മാരാണ് എല്ലാവരും. വണ്ടിയുടെ എന്തെങ്കിലും കൈസലോ കാര്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇത് പല പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു സംഭവം ഒരു നമ്മുടെ എവിടേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അതിരപ്പള്ളിക്ക് കൂട്ടായ്മയോട് പോകുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ കാര്യങ്ങളും ഇവരുടെ കൂട്ടുറപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്കും നല്ലൊരു യാത്ര ഞാൻ നേരുകയാണ്. ഓക്കെ, അപ്പൊ ശരി കേട്ടോ, എല്ലാവരോടും ടാറ്റാ ബൈ ബൈ. ഞാനും പോവാണ്. ഓക്കെ, നിതേനെയും മുത്തിനൊക്കെ വീട്ടിൽ ഇറക്കി അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇപ്പൊ നമ്മൾ എവിടം വരെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുതിരാനുണ്ടല്ലോ, കുതിരാൻ കയറ്റം സ്റ്റാർട്ട് ചെയ്യാറായി. വടക്കഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സെന്റർ കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ടോള് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇനി ബെസ്റ്റ് വഴിയാണ്. നമ്മൾ ഇതുവരെ വന്ന വഴി പോലെയല്ല, പെടയായിട്ട് ഡീസലിന്റെ എമ്പളം കത്തി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഡീസലിന്റെ എമ്പളം കത്തണ ഡീസൽ അടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു ഡീസൽ പമ്പ് കാണാനുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചോ, ഫുൾ ടാങ്ക്. നമ്മളൊരു 2500 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. അപ്പോൾ എത്ര കിലോമീറ്റർ പോകുന്നുള്ളത് നോക്കാം. നമ്മൾ 0 അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 20ൻ്റെ അടുത്ത് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ആവറേജ് ഹൈവേയിൽ ഒരു 20-25ൻ്റെ ഉള്ളിൽ കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. അവർ കിലോമീറ്റർ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എവിടേക്കാണ് നമ്മൾ ഓൾ ഇന്ത്യ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് ഒരു കൂട്ട് കിട്ടിയിരിക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് അവർ കോയമ്പത്തൂർ വരെ ഉള്ളൂ എന്തായാലും. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള ചേട്ടന്മാരാണ്. അവര് എവിടേക്കാണ് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ? എല്ലാവരും ഉണ്ട്, ഓൾ ഇന്ത്യ ആണ്. നമ്മളെല്ലാം ആസ്വദിച്ച് വയ്യ പോകുന്നുള്ളൂ. സമയമൊന്നുമില്ല, എത്ര ദിവസത്തെ പരിപാടി, ഇന്ന സെറ്റപ്പ് അങ്ങനെയൊന്നുമില്ല. നമ്മളങ്ങനെ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കറക്റ്റ് സ്ഥലവും പേരും നമുക്ക് ഒന്ന് പറയേ, ആൾക്കാർ കണ്ട. ഇപ്പൊ നമ്മളെപ്പോഴും പറയും കേട്ടോ, നമുക്കൊരു പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്. ഇപ്പൊ പുതിയതായിട്ട് ഇവർ ചെയ്യാൻ പോകണുള്ളൂ അറിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇവർ പരിചയപ്പെടാം. പേര് പറ. അജ്മൽ കാഞ്ഞിരപ്പള്ളി.
പഠിക്കല്ലേ? പിന്നെ പഠിക്കും. ഞങ്ങളൊന്ന് പരിചയപ്പെട്ടായിരുന്നു, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താണ്. കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി അല്ലേ? ഓക്കെ ഓക്കെ. ആ എല്ലാം കാഞ്ഞിരപ്പള്ളി. എല്ലാം കാഞ്ഞിരപ്പള്ളി ബിസിനസ്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്ര ദിവസത്തെ പ്ലാനിങ്ങോ അങ്ങനെ വല്ലതും ഉണ്ടോ? 2 മാസം. ആ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലം എന്നുള്ളൊരു ഇതില്ലാന്നുണ്ട് അല്ലേ? പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ വണ്ടിയൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. വേണ്ടോ? എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തിലേക്ക് എന്നൊക്കെ എഴുതിയിട്ട് വണ്ടി ടോപ്പാക്കിയിട്ടുണ്ട്. നമ്മളിത് കണ്ടിട്ടാണ് കേട്ടോ ഇവരെ ആരെങ്കിലും ടൂറാണെന്ന് ബാക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് ലേറ്റ് ഇട്ട് കാണിച്ചതാണ് സംഭവം. KL 34D 111. അപ്പോൾ ഇനി എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുമെന്ന് വിചാരിക്കാം അല്ലേ? നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേക സൈസ് ജീവിനെ കാണാനാണ് നമ്മൾ പോകണത്. അത് കേരളത്തിൻ്റെ ഹൈവേകളിൽ മാത്രം കാണാൻ പറ്റുന്ന പ്രത്യേക സൈസ് ജീവിയാണ്. ഞാൻ ക്യാമറ തിരിക്കുമ്പോൾ കണ്ടോളൂ കേട്ടോ. കണ്ടോ? ക്യാമറകളാണ് നിറച്ച് സ്പീഡ് ക്യാമറകൾ. ഈ സ്പീഡ് ക്യാമറ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഹൈവേയിൽ സ്പീഡിൻ്റെ ക്യാമറകൾ ഉണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു വടുക്കഞ്ചേരി മുതൽ പാലക്കാട് കോയമ്പത്തൂർ വരെ അങ്ങോട്ട് കോയമ്പത്തൂർ എത്തുന്ന വാളയാറ് വരെ ഒരു കുന്ന് ക്യാമറകൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറയുടെ അടുത്തെത്തുന്ന സമയത്ത് സ്പീഡ് കുറച്ചിട്ട് കാര്യമില്ല. ആവറേജ് സ്പീഡ് ഉണ്ടല്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സാധനം റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചു അവിടെ കൂട്ടി അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ക്യാമറ ഒക്കെ അടിക്കാണ്ട് മെല്ലെ പോയാൽ മതി, നമുക്ക് ധൃതിയില്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് മെല്ലെ പോവാം. ഫ്രണ്ട്സ്, നമുക്ക് 2 പേരെ കൂടി കിട്ടിയിരിക്കുകയാണ് സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ടുള്ളവർ. നമ്മൾ റോഡിലൂടെ പോണ കണ്ടപ്പോൾ അവർ ഊട്ടിക്കാണ് പോണത്. അപ്പോൾ നിർത്തി ഞങ്ങൾ വർത്താനം പറയുമായിരുന്നു. എൻ്റെ പേര് ഷഹൽ. ഒറ്റയ്ക്ക് നിങ്ങൾ 3 പേര് കൂടിയിട്ടല്ലേ ഊട്ടിക്കാണ് പോണത്? അപ്പോൾ ഇപ്പോൾ എവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള നിങ്ങൾ? ആലത്തൂര്. ഓക്കെ. പിന്നെ പഠിക്കണോ? 2 പേരും പഠിക്കണോ? ഒരുമിച്ചാണോ? ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നത് അപ്പോൾ? ഞാനിപ്പോൾ +2 കഴിയാണ്. +2 അല്ലേ? ഓക്കെ ഓക്കെ. പേരെന്താ? സുരാജ്. നിങ്ങളുടെ ഒപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആള് ഫ്രണ്ടിൽ കുറേ ഫ്രണ്ടിൽ പോയി. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവുകയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഓക്കെ. മാലിക്കര ടോളിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇത് ഇവിടെ നോക്കിയേ, ഒരു 15 മിനിറ്റ് ആയി കിടക്കണം. ഇതേവരെ ഒരു കാര്യം നടന്നിട്ടില്ല. നമ്മുടെ സേലം പോകുന്ന റൂട്ടിലാണ് കേട്ടോ. കോയമ്പത്തൂർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകണത്തുള്ള സംഭവമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ പിന്നെ ഇപ്പോൾ രക്ഷയൊന്നുമില്ല. ഹോട്ടലിൻ്റെ മുന്നിലെത്തിയില്ല കേട്ടോ. കണ്ടു, നാടൻ തട്ടുകട എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതേ ചേട്ടൻ നമുക്ക് വേണ്ടി ദോശ കിട്ടുകൊണ്ടിരിക്കാൻ ഒരു ദോശ പറഞ്ഞിട്ടുണ്ട്. 2 ദോശ എണ്ണ ഒട്ടയ്ക്ക് അവിടെ. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് കഴിക്കാം കേട്ടോ. ഒരു ഓംലേറ്റും പറയാം, ഒരു സിംഗിൾ ഓംലേറ്റ് കൊടുക്കും. സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുമ്പോഴേ എന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനവും കിട്ടും. അതുപോലെ തന്നെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പേടിക്കണം. മറ്റേ വലിയ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിന് സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഹോട്ടലിൻ്റെ ഭംഗിയോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നല്ല ഫുഡ് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് കയറുക. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതൊന്ന് കഴിക്കട്ടെ കേട്ടോ. നെയ് ധാരാളം പോട്ടോ, ഇത് കാണട്ടെ ആൾക്കാർ. അടിപൊളി. ചേട്ടനോട് പറഞ്ഞ അപ്പോൾ തന്നെ സൂപ്പർ സാധനം ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞിട്ട് ആളാണ് നിൻ്റെ ഓണർ അണ്ണാ. നമ്മുടെ ദോശ വന്നു കേട്ടോ, നല്ല അടിപൊളി ഇലയിലാണ് കേട്ടോ. ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് കുറച്ച് കഴിച്ചിട്ട് ബാക്കി വർത്താനം കേട്ടോ. ഒരു രസമില്ല കേട്ടോ. സൂപ്പർ ദോശയാണ്. ഞാൻ 2 ദോശ ഒരു ഓംപ്ലേറ്റും പറഞ്ഞു. അപ്പോൾ ഓരോ നഗരി പറയാനുള്ള പരിപാടിയാണ്. ദോശ സൂപ്പർ. എന്നാൽ ഒരു ദോശ കൂടി പോട്ടിക്കോ. അപ്പോൾ കണ്ടക്കട്ടെ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇത്രയും നല്ല ഫുഡ് തന്ന ഈ ചേട്ടനോട് ഒരു നന്ദി പറഞ്ഞിട്ട് പോകും.
അപ്പോൾ ആളാണ് ഈ ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ആളോട് നമ്മളൊരു നന്ദി പറഞ്ഞിട്ട് വേണ്ട പോകാൻ. അപ്പോൾ ചേട്ടാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മളെ കാണാൻ 2 പേര് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇവരെ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ട്രാവൽ ബ്രോസ്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ മലയാളം പുരിയതാ പുരിയില്ല, കൊഞ്ചം കേട്ട് இந்த ചാനലിൽ பார்த்து മലയാളം പഠിച്ചു. ശരി ശരി കേട്ടോ പോട്ടോ. ഈ കടയുടെ ഓണറോട് ചോദിച്ചു കേട്ടോ, വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇവിടെ കിടന്നോട്ടെ എന്ന്. അപ്പോൾ ആൾ പറഞ്ഞു വണ്ടി അങ്ങോട്ട് ആ കടയുടെ മുന്നിലേക്ക് ഇത്തിരി കഴിയുമ്പോൾ അടയ്ക്കുമ്പോൾ അവിടെ കയറ്റി നിർത്തിയിട്ട് അവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ ഒതുക്കി നിർത്തി. കുറച്ച് എഡിറ്റിങ് പരിപാടി ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ കിടക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളിൽ കിടന്ന് ആ പരിപാടികൾ നോക്കട്ടെ. ഹലോ, അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു. കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇതേ വണ്ടിയിൽ സൂട്ടബിളായി, ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയിൽ കിടക്കാൻ. അപ്പോൾ വണ്ടിയിലാണ് കിടന്നുറങ്ങണത്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബായ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഉണ്ട്. എല്ലാവരും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ഓക്കെ, ബായ്.